മാത്സ് ഗുരുവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +1 ടോപ്പിക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു 8 ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് പരിചയപ്പെട്ടായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് പരിചയപ്പെടുകയാണ്. ബാക്കിയുള്ള കുറച്ച് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസും കൂടെ പരിചയപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് 3.3-ലെ 10 എക്സസൈസ് വരെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെയുള്ള ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് പരിചയപ്പെടുന്നു, അത് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലേക്കല്ല, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിലേക്ക് പോവാം. ഫസ്റ്റ് പഠിക്കാനുള്ളത് cos x plus cos y. cos x plus cos y is equal to, രണ്ടാമത്തത് cos x minus cos y. മൂന്നാമത്തത് sin x plus sin y. നാലെന്ന് പറയുന്നത് sin x minus sin y. cos x plus cos y, sin x, cos x minus cos y, sin x plus sin y, sin x minus sin y. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് cos x plus cos y എന്ന് പറയുന്നത് 2 cos x plus y by 2 into cos x minus y by 2. 2 cos x plus y by 2 into cos x minus y by 2. then രണ്ടാമത്തേത് പറയുന്നത് -2 cos x minus cos y എന്ന് പറയുന്നത് -2 sin x plus y by 2 into sin x minus y by 2 ആണ്. ഇതാണ് -2 sin x plus y by 2 into sin x minus y by 2. then അടുത്തത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് sin x plus sin y ആണ്. അവിടെ വരുന്നത് 2 sin x plus y by 2 to sin x plus y by 2 into cos x minus y by 2. cos x minus y by 2. then അടുത്തതെന്ന് പറയുന്നത് sin x minus sin y. അവിടെ വരുന്നത് 2 cos x plus y by 2 into sin x minus y by 2. sin x minus y by 2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും, ഇത് പഠിക്കാൻ വേണ്ടി ഇവിടെ ഫസ്റ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എല്ലാത്തിനും x plus y by 2 ആണ്. 2 എല്ലാത്തിനും ഉണ്ട്, ഇവിടെ ഒരു മൈനസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ രണ്ടാമത് വരുന്നത് പറയുന്നത് x minus y by 2. ആംഗിൾ എന്ന് പറയുന്നത് x minus y by 2 ആണ്. ഒരു കോഡ് വെച്ച് പഠിക്കാം. ഇങ്ങനെയാണ്, c plus c എന്ന് പറയുന്നത് 2cc ആണ്. c മീൻസ് എന്താണ്? cos. then c minus c is equal to -2ss ആണ്. c minus c is equal to -2ss ആണ്. s plus s is equal to 2sc ആണ്. s plus s is equal to 2sc ആണ്. s minus s is equal to 2cs. okay, s minus s is equal to 2cs. c means cos, s means sin. c means cos, s means sin. അപ്പോൾ അവിടെ കുറച്ച് നമ്മൾ ഒരു 4 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് പരിചയപ്പെട്ടു. ഇനി നമുക്ക് വേണ്ടത് ഈ 2x വരുന്ന സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും 2x വരുന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസും കൂടെ നമുക്കറിയാം. അതായത് അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് സൈൻ 2x cos 2x tan 2x. ആദ്യം നമ്മൾ cos 2x ആണ് പറയുന്നത്. cos 2x cos 2x-ന് 4 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് cos square x minus sin square x. cos square x minus sin square x. രണ്ടാമത്തെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് cos 2x is equal to 1 minus sin square x. 2 sin square x. 1 minus 2 sin square x. then മൂന്നാമത്തെ എന്ന് പറയുന്നത് cos 2x is equal to 2 cos square x minus 1. 2
കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. നാലാമത്തെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് കോസ് 2x ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. കോസിലും സൈനിലും വെച്ച് ഡിഫൈൻ ചെയ്യുന്നത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. സൈനിൽ മാത്രം ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്നത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. കോസിൽ മാത്രം വെച്ച് ഡിഫൈൻ ചെയ്യുന്നത് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ടാനിൽ മാത്രം വെച്ച് ഡിഫൈൻ ചെയ്യുന്നത് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ സെറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് സൈൻ 2x ആണ്. സൈൻ 2x ആകെ രണ്ട് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. 2 സൈൻസ് എക്സ് കോസ് എക്സ്, 2 സൈൻ എക്സ് കോസ് എക്സ് ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ സൈൻ 2x എന്ന് പറയുന്നത് സൈൻ 2xന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടാൻ വെച്ചുള്ള ഇക്വേഷൻ ആണ്. 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. 2 tan x divided by 1 plus tan square x. Then അടുത്തത് tan ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ് tan 2x. tan 2x is equal to എന്താണ്? 2 tan x divided by 1 minus tan square x. 2 tan x divided by 1 minus tan square x. അപ്പോൾ നമ്മൾ 4 ആദ്യ സെറ്റുകൾ പറഞ്ഞു. അതിനുശേഷം 4 8, അതിനുശേഷം 2 10, 1 11 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് ഇന്ന് പരിചയപ്പെട്ടത്. ഇത് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങൾ ഇവിടെ മാത്രമല്ല, നിങ്ങൾ പ്ലസ് ടുവിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഏത് 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇത് പഠിക്കുന്നതിനെല്ലാം തന്നെ ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആരും തന്നെ പഠിക്കാതിരിക്കരുത്. ഇവിടെ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയും ചെയ്തത്. ഇവിടെ മാത്രമല്ല ഉപയോഗം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴുള്ള എല്ലാ ക്ലാസ്സുകളിലും ഇത് ഉപയോഗം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ബേസിക് ആണ്. പ്ലസ് 1ൽ നിങ്ങൾ പഠിക്കുന്നത് ബേസിക് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ഇത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ മാത്രമേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ മാത്രമാണുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് cos 9x minus cos 5x divided by sin 17x minus sin 3x is equal to sin 2x divided by cos 10x. Okay. Question ഇതാണ്. cos 9x minus cos 5x divided by sin 17x minus sin 3x is equal to sin 2x divided by cos 10x. നമുക്ക് അറിയേണ്ടത് cos x minus cos y, അതുപോലെ sin x minus sin y, രണ്ട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. cos x minus cos y, ഇതിന് ആൻസർ എന്ന് പറയുന്നത് മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് ഓഫ് ആണ്. മൈനസ് സൈൻ 2x ഡിവൈഡ് ബൈ കോസ് 10x ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന് പറയുന്നത് മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ആണ്, നമുക്കറിയാം. അതുപോലെ തന്നെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ, സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഈസ് ഇക്വൽ ടു 2 cos x plus y by 2 into sin x minus y by 2 ആണ്. 2 cos x plus y by 2 into sin x minus y by 2 ആണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് രണ്ട് ഇക്വേഷനുകൾ. ഇതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. കോസ് എക്സ് മൈനസ് കോസ് വൈ, എക്സിൻ്റെ സ്ഥാനത്ത് 9x-ഉം വൈയുടെ സ്ഥാനത്ത് 5x-ഉം ആണ് തന്നിരിക്കുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് 9x-ഉം വൈയുടെ സ്ഥാനത്ത് 5x-ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LHS ഓക്കെ, LHS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതുക. സ്ഥല സൗകര്യ കാരണം നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ഡയറക്റ്റ് ആൻസറിലേക്ക് പോവുകയാണ്. -2 sin 9x plus 5x by 2 into sin 9x minus 5x by 2 whole divided by താഴെ എന്ത് വരും, sin x മൈനസ് sin y ആണ്. എക്സിന്റെ സ്ഥാനത്ത് 17x-ഉം വൈയുടെ സ്ഥാനത്ത് 3x-ഉം ആണ്. ഓക്കെ, എക്സിന്റെ സ്ഥാനത്ത് 17x-ഉം വൈയുടെ സ്ഥാനത്ത് 3x-ഉം ആണ്. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 2 cos 17x plus 3x by 2 into sin 17x minus 3x by 2. ഓക്കെ, then 2 ക്യാൻസൽ ചെയ്ത് കളയാം, എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. 2 ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ബാക്കിയുള്ള ആൻസർ എന്ന് പറയുന്നത് 9x plus 5x that is equal to 14x. 14x divided by 2 എന്ന് പറയുന്നത് 7x എന്നിരിക്കും. sin 7x into മൈനസ് ഉണ്ട്, മൈനസ് sin 7x into ഇവിടെ 9x മൈനസ് 5x എന്ന് പറയുന്നത് എത്രയാണ്, 4x ആണ്. 4x by 2 എന്ന് പറയുന്നത് 2x ആണ്. 4x by 2 എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ എന്ത് കിട്ടും, sin 2x divided by എന്ത് കിട്ടും, cos of 17x plus 3x 20x divided by 2 എന്ന് പറയുന്നത് 10x എന്നിരിക്കും. is equal to cos 10x into sin of 17x minus 3x is equal to 14x. 14x divided by 2 is equal to 7x. sin 7x. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഒരു sin 7x ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് എന്താണ്, മൈനസ് sin 2x divided by എന്ത് വരും, cos 10x that is equal to RHS. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്താണ്, നമ്മൾ പഠിച്ച ട്രിഗണോമെട്രിക് ഇക്വേഷനുകൾ ഐഡന്റിറ്റീസ് കയറി വരുന്ന ക്വസ്റ്റ്യനുകളായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ